ஐயா வணக்கம் ஐயா. எப்படி வணக்கம் ஐயர்வாள். எப்படி இருக்கீங்க? ஏதோ உங்க தயவுல போயிட்டு இருக்கு. நீங்க அந்த சென்னையை விட்டு அந்த കേരളക്ക് வந்து அப்புறம் உங்களை பார்க்கவே முடியறதில்ல. സത്യം. அதுதான் ഞങ്ങള് ശരിക്കും നെയ്ബേഴ്സ് ആയിരുന്നു എന്ന് പറയാം. ഒരേ ഏരിയ ஒரே வலசலவாக்க ஒரே ஏரியா. நான் இப்பவும் அங்கதான் இருக்கேன். நீங்க தான் நம்மளை விட்டு போயிட்டீங்க. കുട്ടിക്കാലം എവിടെയായിരുന്നു കൃഷ്ണേട്ടന്റെ? കുട്ടിക്കാലം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്ന? 17-ാമത്തെ വയസ്സിൽ ഞാൻ അഭിനയിക്കാൻ തുടങ്ങി. 18-ാമത്തെ വയസ്സിൽ എന്റെ പടം റിലീസ് ചെയ്തു. ആദ്യത്തെ പടം യതീന്ദ്രവേദം. അത് 78-ലായിരുന്നു. അപ്പൊ എനിക്ക് 18 വയസ്സാ. അപ്പൊ ഇനിയിപ്പോ വയസ്സ് എന്താന്നുള്ളത് ഇനിയിപ്പോ റിമി കൂട്ടി പറ. 63. സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാലും 10th 477 മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നിനക്കോ? Yes. മോഡറേഷൻ കിട്ടിയതാണോ? Thank you. സുഹൃത്തുക്കളെ എല്ലാവരും ഭയങ്കര കയ്യടി. ആദരിക്കണോന്നോ? എല്ലാം ഇത് കഴിഞ്ഞിട്ട് മതി കേട്ടോ. മദ്രാസില് സിനിമയിൽ അഭിനയിച്ച സമയത്ത് അവിടെ പഠിക്കുന്ന വേറൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. അങ്ങയുടെ ഗുരുനാഥന്റെ അടുത്ത് തന്നെ ടി.വി. ഗോപാലകൃഷ്ണൻ സാറിന്റെ അടുത്ത് അഭ്യസിക്കുന്ന വേറൊരു മലയാളിയായിട്ടുള്ള ഒരാള്. അദ്ദേഹത്തിന് കാതൽക്കോട്ടെ എന്നുള്ള സിനിമയില് പ്രധാന വേഷത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. അതെ. എന്നിട്ട് നേരെ അവിടെ ചെന്നിട്ട് ചോദിച്ചപ്പോ അച്ഛ തെറി പറഞ്ഞു ഇവിടുന്ന് ഓടിച്ചു. ഒരുത്തനും ഇവിടുന്ന് രതിനിർവേദം അഭിനയിക്കാൻ പോയിട്ട് മിണ്ടരുത് നീ ഇതായിരിക്കുന്നു അപ്പുറത്ത് നീല കുപ്പായിട്ട്. അതെ അതെ അതെ. കാരണം അത്ര നല്ല പേരായിരുന്നു ആ സിനിമയിൽ ചെയ്തപ്പോ. അല്ല അങ്ങനെയല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ഒരു മോശമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. സാറിന്റെ പടമാണ്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഗുരുപുത്രന്മാരാണ്, ഒരേ ഗുരുവിന്റെ പുത്രന്മാരാണ് നമ്മൾ, അല്ലേ? പിന്നെ ഒരേ ഗുരുവിന്റെ ഗുരുവിന്റെ പുത്രന്മാരാണ്. അത് പാട്ടില്. അതെ, ഇത് കണ്ട് കുരു പൊട്ടിട്ട് ഒരു കാര്യമില്ല. കുരു പൊട്ടിയിട്ട് കാര്യമില്ല. ജയറാമിനെ ഇവിടെ കണ്ടതിൽ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ ജയറാമിന്റെ ഓരോരോ ക്യാരക്ടേഴ്സ് കണ്ടിട്ട് നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ആ കമൽഹാസന്റെ കൂടെയുള്ള കോമ്പിനേഷൻ, തെന്നാലി, പഞ്ചതന്ത്രം, മലയാളത്തിലെ ഞാൻ ക്യാരക്ടേഴ്സ് പിന്നെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അതൊക്കെ കണ്ട് നമ്മൾ ഞെട്ടിയിട്ട്. കാരണം ഒരു മലയാളിയായിട്ട് കമൽഹാസന്റെ കൂടെ കോമഡിയിലൊക്കെ പിടിച്ചു നിൽക്കല്ല, ഈ പിടിച്ചു നിൽക്കുക. തമിഴ്നാട് ഗവൺമെന്റ് ബെസ്റ്റ് ആക്ടർ സ്റ്റേറ്റ് അവാർഡ് തന്നെ. നീങ്ക ഗ്രേറ്റ് യാർ. ഈ ഇവന്റിൽ നമ്മൾ ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ ജയറാമേട്ടൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. നമ്മൾ അദ്ദേഹത്തിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വേദിയാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ശരിക്കും അദ്ദേഹം അർഹിക്കുന്ന തരത്തിൽ നമ്മൾ ഓണർ ചെയ്യണം. സോ ആ ഒരു മൊമെന്റിലേക്കാണ് ജയറാമേട്ട, വെൽക്കം ടു ദി സ്റ്റേജ്. അമൃത ടിവിയുടെ ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങുവാനായിട്ട് ജയറാമേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Yes, please. So very on Padmasree Jairam. പ്രിയപ്പെട്ട ജയറാമേട്ടൻ, നമ്മൾ ഈ വേദിയിൽ പലതവണ ആവർത്തിക്കപ്പെട്ട പോലെ കലാരംഗത്ത്, കാരണം സിനിമയെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഒരു കലയിലുള്ള യാത്രയെ, കലയുടെ സമസ്ത മേഖലകളിൽ അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. ആ എല്ലാ മേഖലകളിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മുഷിപ്പിക്കാതെ എപ്പോഴും നമുക്ക് രസം തരുന്ന, ചിലപ്പോഴൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, ഭാഷകൾക്ക് അതീതനായിക്കൊണ്ട് സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും തൻ്റെ പ്രകടനം കാഴ്ചവെച്ച, മറ്റു ഭാഷകളിൽ നമുക്ക് അഭിമാനമായി നമ്മളെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ആ ഭാഷകളിലെല്ലാം നിൽക്കുന്ന പ്രിയപ്പെട്ട കലാകാരൻ, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആദ്യകാലം മുതൽ ഇന്നേ കാലം വരെയുള്ള അദ്ദേഹം യാത്ര ചെയ്ത ഏത് ഇടപഴകളിൽ നിന്ന് നമ്മൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറയുകയും അവിടെ നിന്നുകൊണ്ട് നമ്മളെ പ്രകടനങ്ങൾ കാണിച്ച് അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന മികച്ച കലാകാരൻ, മേളവാദ്യക്കാരൻ, അഭിനേതാവ്. ഇന്ന് ഈ ഷോയുടെ പിന്നിലും അദ്ദേഹത്തിൻ്റെ വരവിനകത്ത് ഞങ്ങളുടെ വ്യക്തിപരമായ ചില സൗഹൃദങ്ങളിലെ ചില സന്തോഷങ്ങളുണ്ട്. അത്തരത്തിലൊരു ലക്ഷ്യവും കൂടെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഷോയിൽ വന്നത്. അദ്ദേഹം പ്രതിഫലമില്ലാതെയാണ് ഇന്ന് നമ്മുടെ ഈ ഷോയിൽ പങ്കെടുക്കുന്നത്. അതിനെല്ലാം അദ്ദേഹത്തോട് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് അമൃത ടിവിയുടെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു ആദരം. കൃഷ്ണേട്ടൻ. അമൃത ടിവിയോട് എങ്ങനെയാണ് ഇതിനൊക്കെയുള്ളൊരു നന്ദി പറയാമെന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ 10-35 വർഷത്തിന് മുകളിലായിട്ട് പല രീതിയിൽ മലയാളികളുടെ മുമ്പിൽ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തന്നത്
ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമൊക്കെ തന്നെയാണ്. അമൃത ടി വിക്ക് അതിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ വീണ്ടും ഈ പിഷുവിൻ്റെ ഈ ഒരു രസകഥാനായകൻ എന്നുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. എല്ലാവരോടും ഈ ഷോയ്ക്ക് വന്ന് എൻ്റെ കൂടെ ചെറിയതായിട്ടെങ്കിലും ഈ സ്റ്റേജിൽ പെർഫോം ചെയ്ത ബാക്കിയുള്ള ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അതവിടെ നിൽക്കട്ടെ. എന്നെ ആദരിച്ചതിൽ ഒരുപാട് സന്തോഷം. പക്ഷേ കൃഷ്ണചന്ദ്രനെ പോലത്തെ ഇത്രയും ഒരു വലിയ സിംഗറിന് ഇവിടെ കിട്ടിയിട്ട് ഞങ്ങൾ വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. പ്രസംഗം പോരാ, മനോഹരമായൊരു ഗാനം ഞങ്ങൾക്ക് വേണം. അലീളം പൂ ഇല്ലിമുളം തേനോ തെങ്ങിള നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അലീളം പൂ ഇല്ലിമുളം തേനോ. ഇനി ഞങ്ങൾ അവിടെ ഇരിക്കാം, മുഴുവൻ കേൾക്കണം. അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ തെങ്ങിള നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ. തല്ലലം മൂളും കാറ്റേ പുല്ലാനിക്കാട്ടിലെ കാറ്റേ തല്ലലം മൂളും കാറ്റേ പുല്ലാനിക്കാട്ടിലെ കാറ്റേ കന്നിവയൽ കാറ്റേ നീ കൺമണിയേ ഉറക്കാൻ വാ കന്നിവയൽ കാറ്റേ നീ കൺമണിയേ ഉറക്കാൻ വാ നീ ചെല്ലം ചെല്ലം താ തെയ്യം തെയ്യം നീ ചെല്ലം ചെല്ലം തെയ്യം തെയ്യം തുള്ളി തുള്ളി വാവാ അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ തെങ്ങിള നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ. കൈവിരലുണ്ണും നേരം കണ്ണുകൾ ചിമ്മും നേരം കൈവിരലുണ്ണും നേരം കണ്ണുകൾ ചിമ്മും നേരം കന്നിവയൽ
കിളിയേ നീ കൺമണിയെ ഉണർത്താതെ കന്നിവയൽ കിളിയേ നീ കൺമണിയെ ഉണർത്താതെ നീ താലിപ്പീലി പൂങ്കാട്ടിനുള്ളിൽ നീ താലിപ്പീലി കാട്ടിനുള്ളിൽ കൂടും തേടിപ്പോ അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ തെങ്ങിള നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ ഇല്ലിമുളം